ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, നമ്മൾ ഹോളി വെപ്പൺ ശുശ്രൂഷയിലേക്ക് ഈ ജപമാല മാസത്തിൻ്റെ 2-ാം ദിനത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിനം പ്രത്യേകമായിട്ടും നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഉഗ്രസർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്രവെച്ചു. സ്നേഹമുള്ളവരെ, സാത്താനെ ബന്ധിക്കുന്ന ചങ്ങലയാണ് പരിശുദ്ധ ജപമാല. സ്വർഗം നൽകിയ വലിയ ഒരു ആയുധമാണ്. തിന്മയ്ക്കെതിരെ പോരാടാൻ നൽകിയ വലിയൊരു ആയുധമാണ് ജപമാല. ഈ ജപമാല മാസത്തിൻ്റെ 2-ാം ദിനത്തിൽ നമ്മൾ ഈ ഹോളി വെപ്പൺ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ പിശാചിൻ്റെ തല തകർക്കാൻ, പിശാചിനെതിരെ പോരാടാൻ സ്വർഗം നൽകിയ ഈ ജപമാല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഭയെ സജ്ജമാക്കാൻ, സഭയെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ, സഭാ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കടന്നു വരുവാൻ, കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി കടന്നു വരുവാൻ നമ്മൾ ജപമാല ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ജപമാലയുടെ അത്ഭുതകരമായ ശക്തിയും ജപമാലയോട് ലഭിക്കുന്ന വിടുതലുകളെക്കുറിച്ചും നത്താലിയ സിസ്റ്റർ മിസ്റ്റിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഹംഗറിയിലെ മിസ്റ്റിക്കായിരുന്ന സിസ്റ്റർ നത്താലിയ ഇങ്ങനെ പറയുകയാണ്, ഈശോ എനിക്കൊരു ജപമാല കാണിച്ചു തന്നു. സിസ്റ്റർ പറയുക, ആ ജപമാലയുടെ ഓരോ മുത്തുകളും പുഷ്പങ്ങളായിരുന്നു. ഈ പുഷ്പത്തിൽ ഓരോന്നിലും ഈശോയുടെ ഓരോ തുള്ളി രക്തം അതിലുണ്ടായിരുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, നീ ഈ ജപമാല ഉപയോഗിച്ച് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അതിലെ ഓരോ നിയോഗവും നീ സമർപ്പിക്കുമ്പോൾ, ഓരോ മുത്തുകളിലൂടെ നീ കടന്നു പോകുമ്പോൾ, നീ ആർക്ക് വേണ്ടി ജപമാല അർപ്പിക്കുന്നുവോ ആ വ്യക്തിയുടെ മേൽ എൻ്റെ തിരുരക്തം പതിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ, ഓരോ മണികൾ നന്മ നിറഞ്ഞു പറയുമേ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ ഈശോയുടെ തിരുരക്തം ആ വ്യക്തിയുടെ മേൽ പതിക്കും, അല്ലെങ്കിൽ ആ നിയോഗത്തിന് മേൽ പതിക്കും. അപ്പൊ തിന്മയുടെ ബന്ധനം വിട്ടുപോകാൻ, സാത്താനെതിരെ പോരാടാൻ ഈശോയുടെ തിരുരക്ത തുള്ളികൾ കടന്നു വരുന്ന ഒരു വഴിയാണ് ജപമാലയിലെ ഓരോ മുത്തുകളും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ വിടുതൽ വേണോ, ആർക്കെല്ലാം ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തി കടന്നു വരണമോ അവരെല്ലാം പ്രത്യേകമായി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുരക്തത്താൽ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴി നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ ജപമാലയെ സ്നേഹിക്കണം, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയോട് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയെ നമ്മൾ ആദരിക്കണം. സ്വർഗത്തിൻ്റെ കൃപകൾ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഫൗസ്റ്റീൻ 1413 ഇങ്ങനെ പറയുകയാണ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് സ്നേഹം കാണിക്കാൻ, അഭിവാദ്യം കാണിക്കാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും 1000 നന്മ നിറഞ്ഞു പറയുമേ ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ വ്യക്തിപരമായ അഭിവാദ്യങ്ങൾ അറിയിക്കാൻ വേണ്ടി 1000 നന്മ നിറഞ്ഞു പറയുമേ ഞാൻ ഒരു ദിവസം ചൊല്ലി. അങ്ങനെ 9 ദിവസം 9000 നന്മ നിറഞ്ഞു പറയുമേ ചൊല്ലി പരിശുദ്ധ അമ്മയോടുള്ള തൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിച്ചു എന്ന്, പരിശുദ്ധ മറിയത്തെ അങ്ങനെ സ്നേഹിച്ചു എന്ന് വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്. സ്നേഹമുള്ളവരെ, 1000 നന്മ നിറഞ്ഞു പറയുമേ എന്ന് പറയുമ്പോൾ 20 ജപമാലകളാണ്. ഫൗസ്റ്റീന ആ ഡയറി എഴുതുന്ന സമയത്ത് ഫൗസ്റ്റീന പറയുകയാണ്, ഇങ്ങനെ 1000 നന്മ നിറഞ്ഞു പറയുമേ ചൊല്ലി 9000-ഓളം നന്മ നിറഞ്ഞു പറയുമേ ചൊല്ലി പരിശുദ്ധ അമ്മയോട് അഭിവാദ്യങ്ങൾ 3 പ്രാവശ്യം അങ്ങനെ കാണിച്ചു എന്ന് പറയുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമ്മുടെ വ്യക്തിപരമായ അഭിവാദ്യം, സ്നേഹം നമ്മൾ കാണിക്കുക, ഈ ശുശ്രൂഷയോട് നമ്മൾ കാണിക്കുകയാണ്. ഈ ഷെക്കീന TV ശുശ്രൂഷയിലൂടെ, തിന്മയ്ക്കെതിരെ പോരാടുന്ന ഈ ശുശ്രൂഷയിലൂടെ ശക്തമായും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, ഈശോയിലൂടെയുള്ള വിടുതലുകൾ നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, അതുപോലെ സഭയിൽ, ഈ ശുശ്രൂഷയിലെല്ലാം ലഭിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ജപമാല ചൊല്ലി നമ്മൾ പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ
അനേകം വിടുതലുകൾ, ഈശോയുടെ തിരക്ത തുള്ളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് സാത്താനെതിരെ സന്ധിയില്ലാത്ത ഒരു സമരം ചെയ്യാൻ, അങ്ങനെ സഭയെ സജ്ജമാക്കാൻ, ശക്തിപ്പെടുത്താൻ, കുടുംബങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഈ ജപമാലയിലൂടെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ ഈശോയെ ഈ അൾത്താരിയിൽ എഴുന്നള്ളിച്ചു വെച്ച് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ആ മഹനീയമായ സാന്നിധ്യത്തിന് മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ അൾത്താരിയിൽ നമ്മുടെ മധ്യ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നമുക്ക് സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, എൻ ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, എന്നാത്മാവിൻ സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം, ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച ദീപികാനീശോയെ സ്നേഹിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. രക്ഷകനായ യേശുവേ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. സ്വരം ഉയർത്തി എല്ലാവരും ഈശോയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈശോയെ, ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമാധികാരിണി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമാധികാരിണി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാധികാരിണി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ജപമാല പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ ഓർക്കണം. നാം ജപമാല ചൊല്ലുമ്പോൾ നാം പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്നു. നാം ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ഈ ജപമാല ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തുടർന്ന് അമ്മ നമ്മുടെ കരം പിടിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കും. നമുക്ക് ഏറ്റവും ഭക്തി നിർഭരമായി ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്ത പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷ രഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, ദൈവപുത്രനായ ഈശോ മിശിഹായെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ ജപമാലയിൽ പ്രത്യേകമായിട്ട് നമുക്ക് നിയോഗം വെക്കാം. ലോകത്തിന് മൂല്യങ്ങൾ പകർന്നു നൽകാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ദൈവിക മൂല്യങ്ങളും മാനുഷിക മൂല്യങ്ങളും പകർന്നു നൽകാൻ തിരുസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. സഭയാണ് ഈ ലോകത്തിൻ്റെ മനസാക്ഷിയായി വർത്തിക്കേണ്ടത്. മൂല്യങ്ങൾ നൽകുമ്പോൾ ഒരുപക്ഷെ സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും അനേക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരാം. അതിനെ നേരിടേണ്ടി വരും. ഇങ്ങനെ ഇതിനെയെല്ലാം അതിജീവിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ പകർന്നു നൽകാൻ, ലോകത്തിൻ്റെ മനസാക്ഷിയായി നിലകൊള്ളാൻ, സഭയ്ക്ക് കരുത്ത് കിട്ടാൻ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ സഭയെ പ്രത്യേകമായി സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നേടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. സാധിക്കുന്ന എല്ലാവരും ജപമാല കരങ്ങളിൽ എടുത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും ശിക്ഷിച്ച അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ദേവമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദീപികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം രഹസ്യം. ഏലീശാമ ഗർഭിണിയായും വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ കന്യാമറിയം അവരെ സന്ദർശിച്ച് അവർക്ക് 3 മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ നിയോഗത്തിൽ പ്രത്യേകമായിട്ടും ഈ രഹസ്യത്തിൽ നമുക്ക് സമർപ്പിക്കാം. സഭ ഇന്ന് ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളായ ഏക സത്യദൈവത്തിലുള്ള വിശ്വാസം, സഭയിലും കൂദാശകളിലൂടെ ലഭിക്കുന്ന രക്ഷാ പഠനങ്ങൾ, മനുഷ്യജീവൻ്റെ പ്രാധാന്യം, കാരുണ്യപ്രവൃത്തികൾ, ഇവയെല്ലാം കൂടുതൽ അർത്ഥവത്തായി ഈ സമൂഹ മനസാക്ഷിയിലേക്കും അനേകരിലേക്കും ലോകം മുഴുവനിലേക്കും വ്യാപരിക്കുവാൻ, കടന്നു ചെല്ലുവാൻ നമുക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു പറയുമേ, സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദീപികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം രഹസ്യം, പരിശുദ്ധ കന്യാമറിയം തൻ്റെ തിരുക്കുമാരനെ ബെത്ലഹേം നഗരിയിൽ കാലികളുടെ സങ്കേതമായിരുന്ന ഗുഹയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊട്ടിയിൽ കിടത്തി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ നമുക്ക് പ്രത്യേകമായി നിയോഗിച്ച് പ്രാർത്ഥിക്കാം. സാമൂഹിക തിന്മകളായ മദ്യമയക്കുമരുന്ന്, അബോർഷൻ, ദയാവിധം, ആത്മഹത്യ, ലൈംഗിക അരാജകത്വങ്ങൾ, ലിവിങ് ടുഗദർ, സെയിം സെക്സ് മാരിയേജ്, മതതീവ്രവാദം എന്നിവയ്ക്കെതിരെയും സഭാപ്രബോധനത്തെയും സഭയുടെ നന്മ പ്രവൃത്തികളെയും തിന്മയായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെടുത്താൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധമാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദീപികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാലാം രഹസ്യം, പരിശുദ്ധ മാതാവ് 40-ാം ദിവസം ഉണ്ണീശോ ദേവാലയത്തിൽ
ശിമയോൻ്റെ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ ഈ മാസത്തെ നിയോഗം സുവിശേഷവൽക്കരണ പ്രവർത്തനമാണ്. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും പ്രധാനവുമായ കൽപ്പന യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ഐക്യപ്പെട്ടവരാകാൻ നീ തയ്യാറാണ്. ഈ കാലഘട്ടത്തിൽ യേശുവിനാൽ ഐക്യപ്പെട്ടവരായി മാറി യേശുവിനെ പ്രഘോഷിച്ച് സാക്ഷ്യം നൽകാൻ നീ തയ്യാറാണോ എന്ന് ഇന്ന് മാർപ്പാപ്പ ഈ മാസത്തിൽ പ്രത്യേകമായിട്ടും ഈ കൊന്തമാസത്തിൽ നമ്മോട് ചോദിക്കുകയാണ്. നമ്മുടെ പ്രധാനവുമായ ഉത്തിതനായ ക്രിസ്തു ഏൽപ്പിച്ച ആ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ, സുവിശേഷം സകല സൃഷ്ടികളോടും പ്രസംഗിക്കുക എന്ന ആ വലിയ കൽപ്പന ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? നമുക്ക് തയ്യാറാകാം. നമുക്കറിയാം, ഇന്ന് ലോകത്തിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥകൾക്കും കാരണം യേശുവിനെ പ്രഘോഷിക്കാത്തതാണ്. ഏത് പ്രതികൂലത്തിലും അനുകൂലത്തിലും യേശു ഏകരക്ഷകനാണ് എന്ന് പ്രഘോഷിച്ച് സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ സഭാ മക്കൾ പൂർണ്ണ മനസ്സോടുകൂടി പങ്കാളികളായി തീരുവാൻ നമുക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ,
എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമാദീപികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാം ദിവസം പരിശുദ്ധ മാതാവ് തൻ്റെ ദീപികമാരന് 12 വയസ്സ് പ്രായമായിരിക്കുമ്പോൾ അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തി എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഹോളി വെപ്പൺ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയിലേക്ക് അനേകം കുടുംബങ്ങൾ കടന്നു വരാൻ, അങ്ങനെ സാത്താനെതിരെ ശക്തമായ അമ്മയുടെ മാധ്യസ്ഥ നേടി പോരാടുന്ന അനേകം കുടുംബങ്ങൾ ഈ ലോകത്തിലുണ്ടാകും. സഭയെ അങ്ങനെ ബലപ്പെടുത്തുവാൻ, കുടുംബങ്ങൾ ബലപ്പെടുവാൻ ഈ ശുശ്രൂഷയിലേക്ക് അനേകം കുടുംബങ്ങൾ കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് നേതൃത്വം നൽകുന്ന ഷെക്കീന ടെലിവിഷൻ മിനിസ്ട്രിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഇത് നേതൃത്വത്തിൽ സന്തോഷ് ബ്രദറിനെയും അതുപോലെ തന്നെ ടീമംഗങ്ങളെല്ലാം പ്രത്യേകമായി സമർപ്പിക്കാം. അനേകം പ്രാർത്ഥന ഈ നാളുകളിൽ ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട്. സാമ്പത്തികമായും ആത്മീയമായും ഭൗതികമായും എല്ലാ മേഖലകളിലും വലിയ ഒരു സ്വർഗത്തിൻ്റെ ശക്തി കടന്നു വരണം. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി എല്ലാം നേരിടുവാൻ ഈ മാധ്യമ ശുശ്രൂഷയെ കൂടുതൽ അനുഗ്രഹിക്കുവാൻ, അങ്ങനെ ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയ്ക്ക് അനേകരെ കടന്നു വരുവാൻ, അനേകം കുടുംബങ്ങൾ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുവാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുക. അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ.
പരിശുദ്ധമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അപേക്ഷിക്കണമേ. പരമാദിവികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും ദൈവമുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങളിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരണമേ. ആമേൻ. പരിശുദ്ധ പരമാദിവികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാദിവികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാദിവികാരിണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടനെ തന്നെ നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ കൃപകളെക്കുറിച്ചെല്ലാം നമുക്ക് പ്രത്യേകമായിട്ടും ധ്യാനിക്കാം. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ, സഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാദേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നേടി നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിച്ചു. ജപമാലയെക്കുറിച്ച് ലിയോ 13 പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ലോകത്തെ നശിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല ആത്മീയ ആയുധമാണ് ജപമാല. പാപ്പ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: സാത്താൻ്റെ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാനുള്ള ആത്മീയമായ ഒരു ആയുധമാണ് ജപമാല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, ഈ കാലഘട്ടങ്ങളുടെ തിന്മയോട് പെരുകി നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ആത്മീയ ആയുധം എടുത്ത് നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കണം. ആത്മീയമായ ഈ ആയുധം നമ്മൾ എടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ അപ്പോൾ ആരാധന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ എല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ ഈ ആത്മീയ ആയുധം, ജപമാലയാകുന്ന ആത്മീയ ആയുധം എടുക്കണം. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഇങ്ങനെ പറയുകയാണ്: സന്തോഷത്തിൻ്റെ വേളകളിലും ദുഃഖത്തിൻ്റെ വേളകളിലും നിമിഷങ്ങളിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാൻ അതിൽ സമർപ്പിച്ചത്. എപ്പോഴും എനിക്ക് അത് ആശ്വാസം നൽകുകയും ചെയ്തു. ജോൺ പോൾ 2 പാപ്പ പറയുന്നത് അങ്ങനെയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നാളുകളിൽ, ദുഃഖത്തിൻ്റെ നാളുകളിൽ താൻ ജപമാലയിൽ ആശ്രയിച്ചു. ഉത്കണ്ഠകൾ ജപമാലയിൽ സമർപ്പിച്ചു. ഉത്കണ്ഠകൾ ജപമാലയിൽ സമർപ്പിക്കുമ്പോൾ അവയെ ആനന്ദമാക്കി മാറ്റാൻ പരിശുദ്ധ മറിയത്തിലൂടെ സാധിച്ചു എന്ന് ഈ വിശുദ്ധൻ പറയുകയാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ കോവിഡ് വന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ, മനക്ലേശങ്ങൾ, രോഗപീഠകൾ, അതുപോലെ തന്നെ അനേകം പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ഇന്ന് നിരാശയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടായെങ്കിൽ ജപമാലയിൽ നമ്മൾ പ്രത്യാശ വയ്ക്കണം. ജപമാലയാവുന്ന ആയുധം കയ്യിലെടുത്ത് പരിശുദ്ധ മറിയത്തിലേക്ക് നമ്മൾ നോക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ ജോൺ മരിയ എസ്ക്രീവ അതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ജപമാലയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ ജപമാല വളരെ ശക്തിയുള്ള ആയുധമാണ്. ആത്മവിശ്വാസത്തോടെ ഇത് ഉപയോഗിച്ചാൽ ഫലങ്ങൾ വിസ്മയകരമായിരിക്കും.
സ്നേഹമുള്ളവരെ, ശക്തിയുള്ള ഒരു ആയുധമാണ് ജപമാല. ഈ വിശുദ്ധം പറയുകയാണ്, ശക്തിയുള്ള ഒരു ആയുധമാണ്. അതുകൊണ്ട് ഈ ജപമാലയെടുത്ത് ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിസ്മയകരമായ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. പാലക്കാട് രൂപത കരിസ്മാറ്റിക് പ്രവർത്തനത്തിൻ്റെ പേരാണ് നെഹമ്യാ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ നെഹമ്യാ ശുശ്രൂഷയിലൂടെ രൂപം കൊണ്ട ഒരു ശുശ്രൂഷയാണ് ജപമാല സഖ്യസേന എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ. ജപമാല സഖ്യസേന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല കെട്ടിയൊരുക്കുന്ന ശുശ്രൂഷയാണ്. ജപമാല ചൊല്ലി ജപമാല കെട്ടിയൊരുക്കുന്ന ശുശ്രൂഷ. ഈ നാളുകളിൽ നെഹമ്യാ മിഷൻ ശുശ്രൂഷയിൽ ഈ ജപമാല സഖ്യസേനയുടെ കീഴിൽ 300ഓളം ആൾക്കാർ ഈ ശുശ്രൂഷയിൽ പങ്കാളികളാണ്. 300ഓളം പേര് പങ്കാളികളായി പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലി ജപമാല കെട്ടിയൊരുക്കുന്ന ഈ ശുശ്രൂഷ. അങ്ങനെ ഈ നെഹമ്യാ മിഷൻ ശുശ്രൂഷയിലൂടെ സഖ്യസേനയിലൂടെ 1,00,000ഓളം ജപമാലകൾ സൗജന്യമായി വിതരണം ചെയ്തു. 1,00,000ഓളം ജപമാലകൾ സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. അതിൽ ജപമാല കെട്ടുന്നവരിൽ വൈദികരുണ്ട്, രൂപതയിലുള്ള വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, അതുപോലെ ഡോക്ടേഴ്സുണ്ട്, ടീച്ചേഴ്സുണ്ട്, റബ്ബർ വെട്ടുകാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, അതുപോലെ ഉദ്യോഗസ്ഥരുണ്ട്, കുടുംബിനികളുണ്ട്, വൃദ്ധരായവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രായഭേദമന്യേ അനേകർ പങ്കെടുക്കുന്ന ഈ ജപമാല സഖ്യസേന ശുശ്രൂഷ. ഈ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ സൗജന്യമായി ജപമാലകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇടവക ധ്യാനം നടത്താൻ പോകുമ്പോൾ, അതുപോലെ സിസ്റ്റേഴ്സ് ധ്യാനം നടത്തുമ്പോൾ ഈ ജപമാലകൾ സൗജന്യമായി നൽകും. ജപമാലയെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള വീഡിയോ കാണിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ ജപമാലകൾ നൽകും. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ടൗണിലുള്ള ഒരു ഇടവകയിൽ ഇടവക ധ്യാനം നടത്തുക. ഒരു ഈസ്റ്റർ സമയത്ത് ഇടവക ധ്യാനം നടത്തുക. ഈ ഇടവക ധ്യാനം നടത്തി ആദ്യത്തെ ദിവസം പോകുന്നതിന് മുമ്പായി ജപമാല ആശീർവദിച്ചു കൊടുക്കുമ്പോൾ ഒരമ്മച്ചി ജപമാല മേടിക്കാൻ വന്നു. അമ്മച്ചിക്കുള്ള ജപമാല കിട്ടി. അതിനുശേഷം ഈ അമ്മ പറയുകയാണ്, എൻ്റെ മകൾക്കും കൂടി ഒരു ജപമാല തരാമോ? അപ്പോൾ ചോദിച്ചു, എന്താണ്? മകൾ വന്നില്ലെന്ന് ചോദിച്ചു. പറയാം, എൻ്റെ മകളെ വിവാഹം ചെയ്ത് ആലുവായി പ്രദേശത്തേക്ക് അയച്ചിരിക്കുന്നത്. അവളുടെ നട്ടലിന് 2 ഡിസ്ക് ഡാമേജായി, 2 ഡിസ്കും റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ ടൈം കൊടുത്തിരിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പിറ്റേ ആഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് 2 മാസമായി ഇവളുടെ വീട്ടിൽ വന്ന് ട്രാക്ഷൻ ഇട്ട് കിടക്കുക. ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. 2 ഡിസ്ക് റീപ്ലേസ് ചെയ്യണം, പുതിയത് വെച്ച് പിടിപ്പിക്കണം. അപ്പം ഇങ്ങനെ കിടക്കുന്ന ഈ മകൾക്ക് ഈ ജപമാല തരാവോ, ഒരു ജപമാലയും കൂടി തരാവോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജപമാല ഞാൻ എടുത്തു നൽകി. ജപമാല നൽകി ആ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ്. ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, ഈ ജപമാല കൊണ്ടുപോയി കൊടുത്തിട്ട് ഇന്ന് തന്നെ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്, മാതാവ് ഇടപെടും പറയാൻ പറഞ്ഞു. ഇന്ന് തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, മാതാവ് നിൻ്റെ ജീവിതത്തെ ഇടപെടും. ഈ അമ്മ 10 മണിക്ക് ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 10:30 ഈ മകളെ വിളിച്ചേൽപ്പിച്ച് അവൾ ഉറങ്ങിക്കിടക്കുന്ന അവളെ വിളിച്ചേൽപ്പിച്ചിട്ട് അച്ഛൻ പള്ളിയിൽ നിന്ന് ജപമാല തന്നിട്ടുണ്ട്, നീ ജപമാല ചൊല്ലി ഇപ്പോൾ പ്രാർത്ഥിക്കണം, എന്നിട്ട് ഉറങ്ങാൻ പറയുക. അങ്ങനെ പറഞ്ഞു വിട്ടു എന്ന് പറയുകയാണ്. ഈ മകളതനുസരിച്ചു. ആ രാത്രിയിൽ ഈ ജപമാല ഉപയോഗിച്ച് ജപമാല ചൊല്ലി ഇവൾ കിടന്നുറങ്ങി. പുലർച്ചെ 2:45 സമയമായപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ഇവളെ പരിശുദ്ധ അമ്മ ഇവളുടെ അടുത്ത് വന്ന് തോണ്ടി വിളിച്ചേൽപ്പിക്കുക. എന്നിട്ട് അവളോട് പറഞ്ഞു, ദേവാലയത്തിൽ നിന്നും ജപമാല നിനക്ക് കൊണ്ടുവന്ന് തരിയിച്ചത് ഞാനാ. ദേവാലയത്തിൽ നിന്നും ജപമാല നിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തരിയിച്ചത് ഞാനാ. അതുകൊണ്ട് നീ ഇപ്പോൾ ജപമാല ചൊല്ല, നമുക്ക് ഒരുമിച്ച് ജപമാലയല്ല. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ 2 പേരുടെ ഒരുമിച്ച് ജപമാല ആരംഭിച്ചു. പരിശുദ്ധ അമ്മ അപ്രത്യക്ഷയായി. ഇവൾ ആ ജപമാല മുഴുവിച്ചു. അങ്ങനെ അവിടെ കിടന്നുറങ്ങി. 2:45 ഒരു ജപമാല പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് അമ്മ വിളിച്ചേൽപ്പിച്ച് അമ്മയോടൊപ്പം ജപമാല ചൊല്ലി ഇവൾ കിടന്നുറങ്ങി. 5 മണിയായപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഇവൾ പെട്ടെന്ന് ഉറക്കമുണർന്നപ്പോൾ ടാക്ഷൻ ഇട്ട് കിടക്കുന്ന ഇവളുടെ ശരീരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന വേദനകൾ അപ്രത്യക്ഷമായി. ഇവൾ കാലനക്കാൻ തുടങ്ങി. ട്രാക്ഷൻ എടുത്തു മാറ്റി. കാല് കിടന്നുകൊണ്ട് മടക്കി നുവരിക്കുകയെല്ലാം ചെയ്ത് നോക്കുന്നുണ്ട്. ഇവൾ എഴുന്നേറ്റ് നിന്നു. കാലിനോ നട്ടലിനോ യാതൊരു വേദനയില്ല. ഇവൾ മുറിക്കകത്തൂടെ നടന്നു, ഒരു വേദനയില്ല.
ഇവൾ അമ്മയെ ഓടിച്ചെന്ന് വിളിച്ചു. എന്നിട്ട് അമ്മയെ വിളിച്ചേപ്പിച്ചിട്ട് അമ്മയോട് പറയുകയാണ്, പരിശുദ്ധി അമ്മ ഇന്ന് പുലർച്ചെ 2:45 എൻ്റെ അടുക്കൽ വന്ന് എന്നെ വിളിച്ചേപ്പിച്ചു. ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. അമ്മ അതിനുശേഷം അവിടുന്ന് അപ്രതീക്ഷയായി. അമ്മ എൻ്റെ ജീവിതത്തിൽ ഈ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യം തന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് ഓപ്പറേഷൻ നിശ്ചയിച്ച സമയത്ത് അമൃത ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നിശ്ചയിച്ച സമയത്ത് അവർ ഓപ്പറേഷന് വേണ്ടി ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുക, നട്ടെല്ലിൻ്റെ ഡിസ്കുകൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല, ഇത് പരിപൂർണമായി സൗഖ്യപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിസ്മയകരമായ ഫലങ്ങൾ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അമ്മയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമ്മൾ സഭയുടെ ചരിത്രത്തിലേക്ക്, ലോക ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ അനേകം അത്ഭുതങ്ങൾ, ദൈവികമായ സംരക്ഷണം, ദൈവികമായ ഇടപെടലുകൾ സഭയിലും ലോകത്തിലും പരിശുദ്ധി അമ്മ നൽകി. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, സഭാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിനമായിരുന്നു 1571 ആ വർഷങ്ങൾ. അതിൽ ഒക്ടോബർ മാസം പ്രത്യേകമായിട്ട് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ പോലും സഭയിൽ ആഘോഷിക്കുന്നതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. ഓട്ടോമൻ തുർക്കികൾ ക്രിസ്ത്യാനികളെ നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ സൈന്യങ്ങൾ അവർ കീഴടക്കുന്ന കാലഘട്ടത്തിൽ, ക്രിസ്തീയ സമൂഹത്തെ രക്ഷിക്കാനായിട്ട് വഴിയില്ലാത്ത കാലഘട്ടത്തിൽ മാർപ്പാപ്പ പറയുകയാണ്, കരങ്ങളിൽ എല്ലാവരും ജപമാല എടുത്തുയർത്തി ജപമാലയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേരി പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ള, ലെപ്പാൻ്റെ കടലിടുക്കിൽ വെച്ച് വലിയൊരു യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേരി ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വിജയം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ യുദ്ധം നയിച്ചിരുന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ദ വിക്ടറി ഈസ് വൺ നോട്ട് ബൈ ഫൈറ്റിംഗ് ആംസ് ബട്ട് ബൈ പ്രേയിങ് ആംസ്. യുദ്ധം ചെയ്യുന്ന കരങ്ങളിലൂടെയല്ല, പ്രാർത്ഥിക്കുന്ന കരങ്ങളിലൂടെയാണ് വിജയം നേടി തന്നത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ക്രിസ്തീയ സമൂഹം ആ തിന്മയിൽ നിന്നും, ആ യുദ്ധത്തിൽ നിന്നും, ഓട്ടോമൻ തുർക്കികളുടെ ആക്രമണങ്ങളിൽ നിന്ന് പരിപൂർണമായ ഒരു സംരക്ഷണം അമ്മയിലൂടെ ലഭിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ സഭയുടെ ചരിത്രം വേറെയാകുമായിരുന്നു, സഭയുടെ ചരിത്രം ഏറെയാകുമായിരുന്നു. നാശത്തിന് ചരിത്രമാകേണ്ടിടത്ത് പരിശുദ്ധ അമ്മ ഇടപെട്ട് ഉന്നതമായ ഒരു വിജയം സഭാ സമൂഹത്തിന് നൽകി. അതിനുശേഷമാണ് ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. 1571 ഒക്ടോബർ മാസം 7-ാം തീയതി ഇതിൻ്റെ ഓർമ്മയ്ക്കായി, നന്ദിയായി ജപമാല രാജ്ഞിയുടെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ, വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പിന്നീട് നമ്മൾ 12-ാം നൂറ്റാണ്ടിലേക്കെല്ലാം കടന്നു വരുമ്പോൾ സഭയിൽ വളരെ പലതരത്തിലുള്ള പാഷണ്ഡതകൾ കടന്നു വരികയാണ്. ആൽബിജൻസിയൻ പാഷണ്ഡതകൾ കടന്നു വന്ന് വിശ്വാസ ജീവിതത്തിൽ അനേകർ അകന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ആകുലചിത്തനായ വിശുദ്ധ ഡൊമിനിക്ക് തൻ്റെ പ്രസംഗങ്ങളിലൂടെ ഈ പാഷണ്ഡതയെ പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ടും പരാജയം സംഭവിക്കുമ്പോൾ ദുഃഖിതനായ അദ്ദേഹം ദേവാലയത്തിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥേരി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ഡൊമിനിക്ക് പുണ്യവാളൻ്റെ അടുക്കൽ വന്ന് ഒരു ജപമാല കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ്, നീ ജപമാലയാകുന്ന ആയുധം ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്ക്, അനേകരെ പ്രാർത്ഥിക്കാൻ നീ ഒരുക്ക്. അതിലൂടെ ഈ പാഷണ്ഡത നാമാവിശേഷമായി തീരും. പാഷണ്ഡത എല്ലാം സഭയിൽ നിന്നും സഭാസമൂഹത്തിൽ മാറി വിശ്വാസത്തിൽ സഭാസമൂഹത്തെ വളർത്താൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല നൽകി പറയുമ്പോൾ, ജപമാല ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് ആ പാഷണ്ഡതയെ തകർക്കാൻ വിശുദ്ധനിലൂടെ ആ കാലഘട്ടത്തിൽ സാധിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാ വിശ്വാസത്തിൽ ആഴപ്പെടാൻ,
തിന്മയെ പരാജയപ്പെടുത്താൻ, തെറ്റായ അബദ്ധ പ്രബോധനങ്ങളെ, സിദ്ധാന്തങ്ങളെ പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയുടെ ഈ ജപമാലയിലൂടെ ആ കാലഘട്ടങ്ങളിൽ, അത് മാത്രമല്ല തുടർന്നും ഇന്ന് വരെ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതേപോലെ വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റമിക് ബോംബ് വർഷിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഈ ആറ്റമിക് ബോംബ് വർഷിക്കപ്പെടുന്ന ആ കാലഘട്ടങ്ങളിൽ ഹിരോഷിമയിൽ 80,000 പേര് ഒറ്റയടിക്ക് മരിക്കുകയാണ്. പിന്നീട് അതിൻ്റെ അടുത്ത ദിവസങ്ങളായിട്ട് 1,30,000-ഓളം പേര് മരിക്കുക. നാഗസാക്കിയിൽ 40,000-ഓളം പേര് മരണമടഞ്ഞു എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ അനേകർ മരിക്കുമ്പോൾ നമുക്കറിയാം ഇന്നും അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടാകുന്ന കുട്ടികൾക്കും ആറ്റമിക് റിയാക്ഷൻ ഇന്നും അവരുടെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെയുള്ള ആറ്റമിക് റിയാക്ഷൻസ് ഉണ്ടാകുന്ന ആ നാശമറിയുന്ന സമയത്ത് ഈ ബോംബ് വീണതിൻ്റെ ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് ജർമ്മൻ ജെസ്യൂട്ട് സന്യാസിമാർ താമസിക്കുന്ന ആശ്രമമുണ്ട്. 1 കിലോമീറ്റർ അകലെ ഈ ബോംബ് പതിക്കുന്നതിൻ്റെ പരിണിത ഫലമായി ഇവരുടെ ആശ്രമം പരിപൂർണമായി തകർന്നുപോയി. ഈ ബോംബ് വർഷിക്കപ്പെടുന്ന സമയത്ത് 8 സന്യാസിമാർ, ജർമ്മൻ ജെസ്യൂട്ട് സന്യാസിമാർ നേരെ ദേവാലയത്തിലേക്ക് കയറുക. ദേവാലയത്തിൽ കയറി ജപമാല കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് മുട്ടുകുത്തി എന്ന് അവർ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥേരി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവർ, ആശ്രമം തകർന്നുപോയി. എന്നാൽ ഈ ദേവാലയം തകർന്നില്ല. ദേവാലയത്തിൻ്റെ ഏതോ ജനലുകളെല്ലാം അടർന്നു വീണ് ഏതാനും ചില സന്യാസിമാരുടെ കരങ്ങളിൽ വന്ന് വീണ് രക്തം കിരിഞ്ഞു എന്നല്ലാതെ മറ്റ് യാതൊരു അപകടം ഉണ്ടാവുകയില്ല. ഈ ആറ്റമിക് ബോംബിൻ്റെ റിയാക്ഷൻസ് അവരുടെ ശരീരത്തിലുണ്ടായില്ല. ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. സ്നേഹമുള്ളവരെ, ആ യുദ്ധക്കെടുതികൾ അതെല്ലാം കഴിയുമ്പോൾ ഈ 8 സന്യാസിമാരുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ആറ്റമിക് റിയാക്ഷൻസ് അവരുടെ ശരീരത്തിൽ കാണാൻ പറ്റിയില്ല. ഇതൊരു അത്ഭുതമായി മാറുകയാണ്. 200-ലധികം തവണ അവരുടെ ശരീരം പരിശോധിക്കുകയാണ്, ശാസ്ത്രജ്ഞർ പരിശോധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ മാത്രം അതിജീവിച്ചത്? മരണപ്പെട്ടില്ല എന്നതല്ല, മറിച്ച് ആറ്റമിക് റിയാക്ഷൻസ് ഇവരുടെ ശരീരത്തിൽ ഇല്ല. അപ്പോൾ ഈ 200 തവണ മിച്ചം പരിശോധിച്ച് കഴിയുമ്പോൾ ഇവരുടെ ശരീരത്തിലില്ല എന്ന് സയൻറ്റിഫിക്കായിട്ട് അത് പ്രൂവ് ചെയ്യാം. എന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം ഇതാ, ഞങ്ങൾ ദേവാലയത്തിൽ കയറി ജപമാല കരങ്ങളിലെടുത്ത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവർ പറഞ്ഞ കാര്യം ഇതാണ്, ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ പ്രതിസന്ധികളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ജപമാലയെ നിങ്ങൾ ആശ്രയം വെക്കണമെന്ന് പറഞ്ഞ ഈ കാര്യം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. പ്രത്യേകിച്ചും ഈ പ്രതിസന്ധി വന്നപ്പോൾ, ഈ യുദ്ധം വന്നപ്പോൾ, ഈ പ്രതിസന്ധി വന്നപ്പോൾ, ഈ ആറ്റമിക് ബോംബ് വർഷിക്കപ്പെടുന്ന സമയങ്ങളിൽ ദേവാലയത്തിൽ കയറി ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു. ഇത്ര മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതിൻ്റെ പരിണിത ഫലമായി അവരുടെ ശരീരത്തിൽ അവർ മരണപ്പെട്ടില്ല. അവരുടെ ശരീരത്തിൽ ആറ്റമിക് റിയാക്ഷൻസ് അതിൻ്റെ യാതൊരു ലക്ഷണവും അവരുടെ ജീവിതത്തിലായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുമ്പോൾ അപകടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അനർത്ഥങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷിക്കും. ഇത് ചരിത്രമാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഏതാണ്ട് 8 മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുടുംബം എന്നെ വിളിച്ചു. ഏക മകൻ, അമ്മയും അപ്പനും കൂടിയാണ് ഫോൺ ചെയ്ത് എന്നോട് സംസാരിക്കുക. ഏക മകൻ, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, 40 വയസ്സായി. അവൻ എഞ്ചിനീയർ പയ്യനാ, നല്ല ജോലിയുണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. 40 വയസ്സായി. പ്രതീക്ഷയെല്ലാം അസ്തമിച്ചിരിക്കുക. ഇനി നല്ലൊരു കല്യാണം നടക്കില്ല. വളരെയധികം നിരാശയിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബം എന്നെ ഫോൺ ചെയ്ത് പറയുകയാണ്, ഒന്ന് പ്രാർത്ഥിക്കച്ചാ. മകൻ വളരെ നിരാശയിലാണ്, ഞങ്ങളും അതുപോലെ. ഒന്ന് പ്രാർത്ഥിക്കച്ചാ, ഫോണിലൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. ഫോണിലൂടെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്പീക്കർ ഫോണിട്ട് ഈ 3 പേരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ തന്നു. ഇവരോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു.
ഞാനപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരില്ലേ, നിങ്ങൾ 3 പേരും ഓരോരുത്തരും 100 ജപമാല ചൊല്ലി 300 ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഈ വിവാഹത്തിൻ്റെ ഈ പ്രതിസന്ധികൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ വിട്ടുപോകും. അനുയോജ്യമായ നല്ലൊരു വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് നടക്കാൻ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. ഇത് വിശ്വസിച്ച് എല്ലാം പറഞ്ഞു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന കഴിഞ്ഞു, ആശീർവാദം കഴിഞ്ഞു. ഇവർ പറഞ്ഞു, ഞങ്ങളങ്ങനെ ചെയ്യാമച്ചാ, ഞങ്ങളങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. 300 ജപമാല ഓരോരുത്തരും എത്രയും പെട്ടെന്ന് 100 ജപമാലകൾ ചൊല്ലി അങ്ങനെ വെച്ച് 300 ജപമാല ചെല്ലാമെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇവർ പ്രാർത്ഥന ആരംഭിച്ചു. 2-ാം ദിവസം ഒരു അത്ഭുതം നടക്കുകയാണ്. 2-ാം ദിവസം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. ഇവർ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറയുകയാണ്, ഒരു പെൺകുട്ടി മാതാപിതാക്കന്മാരുമായി ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു, വിളിച്ചു, അന്ന് തന്നെ കടന്നു വന്നു. കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പെൺകുട്ടി ഉൾപ്പെടെ കടന്നു വരികയാണ്. ഒരു അപ്പം മറന്ന് കടന്നു വരികയാണ്. വിളിച്ചു, കാര്യങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ടു, നേരെ വരികയാണ്. എന്നിട്ട് നേരിട്ട് സംസാരിക്കാമെന്നാണ് പറയുന്നത്. പെൺകുട്ടി ഉൾപ്പെടെ വരികയാണ്. അങ്ങനെ സംസാരിച്ചു. കാര്യങ്ങൾ അലയൻസ് ഇഷ്ടമായി. പരിശുദ്ധ അമ്മ കൊണ്ടുവന്നതാണെന്ന് അവർക്ക് ഉറപ്പായി. ആ കല്യാണം ഫിക്സ് ചെയ്തു. കല്യാണം ഫിക്സ് ചെയ്ത് 4 ദിവസം മുമ്പ് ആ കല്യാണം നടന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ജപമാല ചൊല്ലി തങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച 2-ാം ദിവസം തന്നെ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഇടപെടലുണ്ടായി. പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷമാണ് ആ കല്യാണം നടത്താനായിട്ട് മറ്റ് സാഹചര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചപ്പോൾ 4 ദിവസം മുമ്പ് ആ കല്യാണം നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ചരിത്രത്തിൽ ഇടപെടുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യമുണ്ട്. 1948 റഷ്യക്കാർ ഓസ്ട്രിയ കീഴടക്കി. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കാരണമുണ്ട്. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ഒരു വാതില ഓസ്ട്രിയ. അതുമാത്രമല്ല, ഇവർക്ക് ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ട്, അതുപോലെ എണ്ണ ശേഖരങ്ങളുണ്ട്. അതുകൊണ്ട് റഷ്യ ഇവരെ കീഴ്പ്പെടുത്തി. അങ്ങനെ റഷ്യ ഓസ്ട്രിയയെ കീഴ്പ്പെടുത്തി അവിടുത്തെ ധാതു നിക്ഷേപങ്ങൾ, എണ്ണ നിക്ഷേപങ്ങളെല്ലാം അപഹരിക്കാനും അല്ലെങ്കിൽ ബലമായി കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക സാഹചര്യം അവിടെ കടന്നു വരികയാണ്. ഈ കാലഘട്ടത്തിൽ പീറ്റർ എന്ന് പറയുന്ന ഒരു അച്ഛൻ ശക്തമായിട്ടും ഇതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിക്കുകയാണ്. ആ പ്രതികരണം എന്ന് പറയുന്നത്, ലെപ്പാന്റെ കടലൊടുക്കിൽ വെച്ച് ക്രിസ്ത്യാനികളെ സഹായിച്ച പരിശുദ്ധ മറിയം, ആ യുദ്ധത്തിൽ വിജയം നൽകിയ പരിശുദ്ധ മറിയം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഓസ്ട്രിയ പോപ്പുലേഷൻ്റെ 10% ആൾക്കാർ ജപമാല കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഈ റഷ്യക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം രക്ഷപ്പെടും. സ്നേഹമുള്ളവരെ, അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം ശ്രവിച്ചുകൊണ്ട് ഏതാണ്ട് 7 ലക്ഷം ആൾക്കാർ, 10%, അവിടെ ഉണ്ടായിരുന്ന 10% ആൾക്കാർ, 7 ലക്ഷം ആൾക്കാർ ജപമാല ഡെയിലി ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയാണ്. ജപമാല ക്രൂസൈഡ് ആരംഭിച്ചു. 7 ലക്ഷം പേര് 7 വർഷം അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ 1955 റഷ്യക്കാർ സ്വയം അവിടുന്ന് പിൻവാങ്ങുകയാണ്. അവർക്ക് യാതൊരു ഉപദ്രവം ഉണ്ടാക്കാതെ, പീഡിപ്പിക്കാതെ അവർ പിൻവാങ്ങുകയാണ് എന്ന് എഴുതി വെച്ച് റഷ്യക്കാർ ഓസ്ട്രിയയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. 1955 മെയ് മാസം 13-ാം തീയതി ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പ്രത്യേകമായിട്ട് ആനിവേഴ്സറി ദിനത്തിൽ അവിടുന്ന് പിൻവാങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധ മറിയത്തെ കൂട്ടുപിടിക്കുമ്പോൾ ഒരു രാജ്യം രക്ഷപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് അനേകം തിന്മകൾ, പ്രശ്നങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട്, നമ്മുടെ ഭാരതം നേരിടുന്നുണ്ട്, ലോകം നേരിടുന്നുണ്ട്, സഭ നേരിടുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയോടെ ജപമാലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഓസ്ട്രിയയിൽ നിന്ന് റഷ്യക്കാർ പിൻവാങ്ങിയതിൻ്റെ നന്ദി സൂചകമായി വിയന്നയിൽ എല്ലാ വർഷവും സെപ്റ്റംബറിൽ
12,000-ലധികം ആൾക്കാർ നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നും അവിടെ പ്രത്യേകമായിട്ടും നന്ദി പറഞ്ഞ് ഒരുമിച്ചുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് ഇന്നും വിയന്നയിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്കെല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ ഇതുപോലെ മറ്റൊരു സംഭവം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 1962 ക്യൂബ കീഴടക്കിയതുപോലെ ബ്രസീൽ കീഴടക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കടന്നു വരികയാണ്. ബ്രസീൽ കീഴടക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കടന്നു വന്ന് അതിനെ കീഴടക്കി. അവർ കീഴടക്കിയതിന് ശേഷം ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ അവർ കടന്നു ചെന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടു, അതുപോലെ ഭരണകൂടത്തിൽ ഇടപെട്ടു, സായുധ സേനയിൽ ഇടപെട്ടു, അതുപോലെ തന്നെ ദേവാലയങ്ങളിൽ അവർ നുഴഞ്ഞു കയറി. സകലയിടത്തും അവർ കയറി, കമ്മ്യൂണിസ്റ്റുകാർ കയറി. അനേകം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. ജനജീവിതത്തിൽ ദുരിതങ്ങൾ, ക്ലേശങ്ങൾ കടന്നു വന്നു. അവരുടെ സമ്പദ് ഘടനകൾ എല്ലാം തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ, സാമൂഹിക സമാധാനം തകർന്നുപോയ സാഹചര്യങ്ങൾ, വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ കടന്നു വരുന്നു. അരാജകത്വം കടന്നു വരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ബ്രസീലിയൻ സ്ത്രീകൾക്കിടയിൽ ഒരു ചെറുപ്പക്കാരി ഡോണ അമാലിയ ബാസ്റ്റോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി ഒരു ജപമാല സഖ്യസേന രൂപീകരിച്ചു. ഒരു ജപമാല സഖ്യസേന ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് സ്ത്രീകളെ ഒരുക്കി. അങ്ങനെ ബെലെ ഹൊറിസോണ്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് 20,000-ഓളം സ്ത്രീകൾ ജപമാല ചൊല്ലിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മീറ്റിങ്ങിലേക്ക് നേരെ കയറി ചെല്ലുകയാണ്. ജപമാല ചൊല്ലിക്കൊണ്ട് ഈ മീറ്റിങ്ങിലേക്ക് അറിയി ചെല്ലുമ്പോൾ അവർ അറ്റാക്ക് ചെയ്യാതെ അവർ യോഗം പിരിച്ചുവിട്ട് അവർ ഓടിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഈ ഡോണ അമാലിയ ബാസ്റ്റോസ് എന്ന് പറയുന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ 6 ലക്ഷത്തോളം സ്ത്രീകളെ ബ്രസീലിയൻ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഒരു ജപമാല സഖ്യസേന ഗ്രൂപ്പ് അവിടെ ആരംഭിച്ചു. ഈ ജപമാല സഖ്യസേന ഗ്രൂപ്പുകൾ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ദേശത്ത് നിന്നും പ്രത്യേകമായിട്ടും ഒരു തരത്തിലും ശല്യപ്പെടുത്താതെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ബ്രസീലിൽ ഇറങ്ങിപ്പോയി എന്നുള്ളത് ചരിത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിലൂടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ആ ദേശത്തെ രക്ഷിക്കാൻ, രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവർ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരും, രാജ്യങ്ങളിൽ പ്രതിസന്ധികൾ കടന്നു വരും, കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ കടന്നു വരും, സമൂഹത്തിൽ പ്രതിസന്ധികൾ കടന്നു വരും, തീവ്രവാദ പ്രവർത്തനം കടന്നു വരും, മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ കടന്നു വരും. വിശ്വാസ ജീവിതം അനേകരെ അകറ്റിക്കളയുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും കച്ചകെട്ടി കടന്നു വരുമ്പോൾ, സന്ധിയില്ല സമരം സഭയ്ക്കെതിരെയെല്ലാം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ തിരിച്ചറിയണം. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ പരിശുദ്ധ മറിയം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് പരിശുദ്ധ മറിയത്തിലൂടെ ഈ കാലഘട്ടങ്ങളിൽ രക്ഷ പ്രാപിക്കാൻ ദൈവത്തിൻ്റെ സഹായം കിട്ടുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയാം. പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. വീണ്ടും നമ്മൾ സഭയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 1981 ജോൺ പോൾ II മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ ആശീർവദിച്ചുകൊണ്ട് പാപ്പ മൊബൈലിൽ പോകുന്ന സമയത്ത് പാപ്പ മൊബൈലിലായിരിക്കുന്ന മാർപ്പാപ്പയെ അലി അങ്ക എന്ന് പറയുന്ന വ്യക്തി വെടിവെച്ചു. വെടിവെച്ച് ആ വെടിയേറ്റുകൊണ്ട് ജോൺ പോൾ മാർപ്പാപ്പ പാപ്പ മൊബൈൽ താഴേക്ക് മറിഞ്ഞു വീഴുകയാണ്. എന്നാൽ നിലത്ത് വന്ന് വീണില്ല. ഈ സമയത്ത് മറിഞ്ഞു വീഴുന്ന പാപ്പയുടെ ഒരു ഫോട്ടോ ആ സമയത്തുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ഫോട്ടോ എടുക്കുകയാണ്. സെക്യൂരിറ്റി ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഈ ഫോട്ടോയിൽ മാർപ്പാപ്പ ഇങ്ങനെ മറിഞ്ഞു വീഴുകയാണ്. ആ ഫോട്ടോ കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടുമുട്ടുകയാണ്. പാപ്പ മൊബൈലിൽ നിന്ന് വെടിയേറ്റ് മറിഞ്ഞു വീഴുന്ന പാപ്പയെ മാതാവ് കരങ്ങളിൽ താങ്ങിപ്പിടിച്ചിരിക്കുന്നൊരു ഫോട്ടോ. ആ ഫോട്ടോയിൽ നോക്കിയാൽ അറിയാം, വെടിയേറ്റ് അതിൻ്റെ വേദനയിൽ ആ വേദനയെല്ലാം മുഖത്ത് ആ വേദനയുടെ വേദനകളെല്ലാം പ്രകടിപ്പിക്കുന്ന പാപ്പയുടെ മുഖം നമുക്ക് കാണാം ആ ഫോട്ടോയിൽ.
മാതാവ് കരങ്ങളിൽ താങ്ങിപ്പിടിച്ചിരിക്കുകയാണ്, നിലത്ത് വീഴാതെ. വെടിയേറ്റ് പാപ്പ മൊബൈലിൽ നിന്ന് താഴേക്ക് വീഴുന്ന മാർപ്പാപ്പയെ താങ്ങിപ്പിടിച്ചിരിക്കുന്ന പരിശുദ്ധ മറിയം. സ്നേഹമുള്ളവരെ, ഈ ഫോട്ടോ വത്തിക്കാൻ പിന്നീട് പുറത്തു വിടുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. ഏതാണ്ട് 500-ലധികം ഫോട്ടോഗ്രാഫിയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവരെ കൊണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ കൊണ്ട് നോക്കി പരിശോധിപ്പിച്ച് ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും മാനുഷികമായ ട്രിക്സുകളുണ്ടോ, ഏതെങ്കിലും മാനുഷികമായ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ പിന്നിൽ മാനുഷികമായ ട്രിക്സ് ഒന്നുമില്ല, ദൈവികമായൊരു ഇടപെടൽ പരിശുദ്ധ മറിയത്തിലൂടെ സംരക്ഷണം ലഭിച്ചത് പ്രത്യേകമായിട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ വത്തിക്കാൻ ആ ഫോട്ടോ പബ്ലിഷ് ചെയ്യുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പരിശുദ്ധ മറിയത്തിലൂടെ മറിയത്തിന് വിമല ഹൃദയത്തിന് പ്രത്യേകമായിട്ടും പ്രതീക്ഷിക്കപ്പെട്ട പാപ്പ, ഫാത്തിയ മാതാവിനോട് പ്രത്യേകമായ ഭക്തിയുണ്ടായിരുന്ന പാപ്പ, ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ടകൾ ഉദരത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ, കുടലിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ ഈ വെടിയുണ്ടയുമായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പാപ്പ നേരെ പോയത് ഫാത്തിമയിലേക്കാണ്. ഫാത്തിമയിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ മറിയത്തെ ബഹുമാനിക്കാൻ പോകുമ്പോൾ തൻ്റെ ഉദരത്തിൽ നിന്നെടുത്ത വെടിയുണ്ട പാപ്പ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. പാപ്പ അവിടെ ചെന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ബലിയർപ്പിച്ച് മാതാവിന് നന്ദി പറയുമ്പോൾ മാതാവിൻ്റെ കിരീടത്തിൽ അത് ചാർത്താൻ തീരുമാനിക്കുകയാണ്. മാതാവിൻ്റെ ശിരസിലുള്ള കിരീടം എടുക്കുക. ആ കിരീടമെടുത്ത് ഈ വെടിയുണ്ട വെക്കാനായിട്ട് നോക്കുമ്പോൾ വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ കിരീടം ഉണ്ടാക്കിയ വ്യക്തി ഈ ഒരു വെടിയുണ്ട വെക്കാൻ വേണ്ടി ഈ കിരീടത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു പേടകം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേടകം, ഒരു വെടിയുണ്ട വെക്കാൻ പറ്റുന്ന വിധത്തിലൊരു പേടകം ഈ കിരീടത്തിൽ ഇതുണ്ടാക്കിയ ശില്പി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് ശില്പി അറിഞ്ഞിട്ടാണോ? ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്, ഇത് സ്വർഗത്തിൻ്റെ ഇടപെടലാണ്. മാതാവ് പ്രത്യേകമായിട്ടും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിന് സംരക്ഷണം നൽകി. പ്രത്യേകമായിട്ടും ഈ അവസരത്തിൽ ഇങ്ങനെ വെടിയേറ്റ് വീഴുകയും പാപ്പയെ മാതാവ് സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഫാത്തിമയിൽ നന്ദി സൂചകമായി ബലിയർപ്പിച്ച് ഈ വെടിയുണ്ടയുമായി വരുമെന്നുള്ള കാര്യം സ്വർഗത്തിനറിയാമായിരുന്നു, സ്വർഗത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് ഇതുണ്ടാക്കിയ ശില്പിക്ക് അറിയത്തില്ലെങ്കിലും ശില്പിയെ കൊണ്ട് സ്വർഗം ചെയ്യിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ വെടിയുണ്ട ആ മാതാവിൻ്റെ കിരീടത്തിൽ ചാർത്തി എന്നുള്ളത് ചരിത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മറിയത്തോട് ചേർന്ന് നിൽക്കുന്ന, മറിയത്തിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യം തേടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഇടപെടലുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ജീവിത പ്രതിസന്ധികളിലൂടെ നട്ടം തിരിയുമ്പോൾ നമ്മൾ നിരാശപ്പെടരുത്, ജീവിത പ്രതിസന്ധിയിൽ നിരാശപ്പെടരുത്. മറിയത്തിൻ്റെ ഡയറക്റ്റ് ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വരേരുപുരത്തി പറഞ്ഞേ ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വീണ്ടും നമ്മൾ മറ്റൊരു ചരിത്ര സംഭവം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. US എയർവേസിൻ്റെ വിമാനം 2009 ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്നും ഡഗ്ലസ് എയർപോർട്ടിലേക്ക് പറന്നുയർന്നു പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ആകാശത്ത് വെച്ച് വലിയൊരു പക്ഷിക്കൂട്ടം വന്ന് ഈ വിമാനത്തെ ഇടിച്ചു. വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും നിന്നുപോയി. വിമാനം അതിൻ്റെ കൺട്രോൾ വിട്ട് അതിൻ്റെ ക്യാപ്റ്റൻ ചെൽസി അദ്ദേഹം നോക്കിയിട്ട് ഇതിൻ്റെ കൺട്രോൾ പറ്റുന്നില്ല, ഇത് വന്ന് വല്ല ബിൽഡിങ്ങിൻ്റെ മുകളിലോ വല്ല നഗരത്തിലോ വന്ന് വീഴും. ഇദ്ദേഹത്തിൻ്റെ ഈ വിമാനം തലതിരിഞ്ഞ് കറങ്ങി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്യാപ്റ്റൻ ചെൽസി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ നേടി നന്മ നിറഞ്ഞവരുമേ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കൺട്രോൾ വിട്ടു. 155 പാസഞ്ചേഴ്സും വിമാന ക്രൂവും എല്ലാം അടങ്ങുന്ന ഈ വിമാനം നേരെ കത്തിച്ചാമ്പലാകാൻ പോകുന്ന സാഹചര്യം കടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ തൻ്റെ കൺട്രോൾ മുഴുവൻ വിട്ട് വിമാനം അതിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് നന്മ നിറഞ്ഞു പറയുമേ ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. സ്നേഹമുള്ളവരെ, നന്മ നിറഞ്ഞു പറയുമേ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ വിമാനത്തിൻ്റെ നിയന്ത്രണം പരിശുദ്ധ മറിയം ഏറ്റെടുത്ത് ഈ വിമാനം കൊണ്ടുപോയി ഹഡ്സൺ നദിയിൽ കൊണ്ടുപോയി വീഴിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഹഡ്സൺ നദിയിൽ ഈ വിമാനം
നേരെ പതിക്കുകയാണ്. ഈ സമയത്ത് ഇത് വെള്ളത്തിന് മുകളിൽ ഒരു പൊങ്ങ് പോലെ കിടക്കുക. എത്ര ടൺ വെയിറ്റുള്ള വിമാനമാണ്! ടൺ കണക്കിന് വെയിറ്റുള്ള വിമാനം ഈ നദിയുടെ വെള്ളത്തിന് മുകളിൽ പൊങ്ങ് പോലെ കിടന്നു. സ്നേഹമുള്ളവരെ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മത്സ്യബന്ധന ബോട്ടുകാരെല്ലാം പെട്ടെന്ന് വന്നു, ഹെലികോപ്റ്ററുകൾ വന്നു. ഇതിലുണ്ടായിരുന്ന സകലരെയും വിമാനത്തിൻ്റെ അകത്തുനിന്ന് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങുപോലെ കിടക്കുന്ന വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിറകുകളിലേക്ക് കയറ്റി നിർത്തി. ആർക്കും വലിയ സീരിയസ് പ്രശ്നം ഉണ്ടായില്ല. അതിൽ പാസഞ്ചേഴ്സ് ആർക്കും മരണമോ സീരിയസ് പ്രശ്നമോ ഇല്ലാതെ അവരെ പ്രത്യേകമായിട്ട് സംരക്ഷിച്ചു. ഇതിനുശേഷം ഈ ക്യാപ്റ്റനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ ക്യാപ്റ്റൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ ഈ വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. കാരണം അമ്മയ്ക്ക് സമർപ്പിച്ചു. അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി, നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളൊരു അമ്മയുമായി വലിയൊരു ബന്ധം, അദമ്യമായ ഒരു കൂട്ടുകെട്ടും ബന്ധവും ഈ ചെൽസിക്കുണ്ടായിരുന്നത് കൊണ്ട്, ഈ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ പ്രതിസന്ധി വേളകളിൽ തൻ്റെ ആ നിയന്ത്രണം, വിമാനത്തിൻ്റെ നിയന്ത്രണമെല്ലാം വിട്ടുപോകുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഒരു വിമാനത്തിൻ്റെ നിയന്ത്രണം വിട്ട് താഴേക്ക് വന്നാൽ അത് കത്തിച്ചാമ്പലാവും. എന്നാൽ ഇതിൻ്റെ നിയന്ത്രണം പരിശുദ്ധ മറിയം ഏറ്റെടുത്ത് ഹഡ്സൺ നദിയിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ്. അത് താന്നു പോകാതെ അത് പൊങ്ങുപോലെ കടന്ന് അതിൻ്റെ പിന്നിൽ, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നവരെ രക്ഷിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗീയമായ ഇടപെടൽ. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗീയമായ ഇടപെടൽ. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. സ്വർഗത്തിൻ്റെ ആഗ്രഹങ്ങൾ തൻ്റെ ജീവിതത്തിൽ അതേപടി അനുസരിച്ച മറിയം കാനായി നൽകിയ ആ ഒരു മധ്യസ്ഥ ശക്തി ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ, വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, പരതീരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം സ്തോത്രഗീതത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ശക്തനായവൻ വലിയ കാര്യങ്ങൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു. കാരണം സ്വർഗം പറഞ്ഞത് അതേപടി മറിയം വിശ്വസിച്ചു. അതുകൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയുണ്ട്. അതുകൊണ്ട് മറിയം പറയുന്ന ഒരു കാര്യം സ്വർഗം നിഷേധിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന് മുമ്പിൽ അനിഷേധ്യമായി മറിയത്തിലൂടെ ഉയരുന്ന അപേക്ഷകൾ, യാചനകൾ അവിടെ നിൽക്കും. അത് അനുഗ്രഹമായി മറിയത്തിലൂടെ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ, പരതീരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ മറിയത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ, പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥ ശക്തി ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കാലങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് കണ്ടൊരു സംഭവമായിരിക്കും. മനോരമ ചാനലുകാർക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയുണ്ട്. മഴവിൽ മനോരമ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ. ഈ റിയാലിറ്റി ഷോയിൽ സെലിൻ ജോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പാട്ടിന് സെലക്ഷൻ കിട്ടി. അവളിങ്ങനെ വലിയ പാട്ടുകാരിയൊന്നുമല്ല, എങ്കിലും ഇവളൊക്കെ സെലക്ഷൻ കിട്ടി ഫൈനൽ റൗണ്ടിലെത്തുകയാണ്. ഫൈനൽ റൗണ്ടിലെത്തുമ്പോൾ ഫൈനൽ റൗണ്ടിൽ ഏറ്റവും പിന്നിലാണ്. ഇവൾ പുറത്തു പോകേണ്ട ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ ഒരു സാധ്യതയില്ല. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ വരുന്ന ഒരു ഫ്ലാറ്റായിരുന്നു. ഏറ്റവും പിന്നിലായി ഇവൾ. ഏറ്റവും മുന്നിലെത്തി അവൾ ഈ ഫ്ലാറ്റ് 1ാം സമ്മാനം മേടിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. പത്രക്കാർ അവിടെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുക. നീ ഏറ്റവും പുറകില്ല, നീ ഒരിക്കലും മുമ്പിൽ വന്ന് ഈ ഫസ്റ്റ് പ്രൈസ് മേടിക്കാൻ യാതൊരു സാധ്യതയില്ല, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിൽ നിനക്ക് കിട്ടിയത്? അപ്പോൾ ഇവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൾ പറഞ്ഞൊരു കാര്യം ഇതാ, എൻ്റെ അമ്മായിമ തന്ന ഒരു ജപമാലയാന്ന് പറയുകയാണ്. എന്നിട്ട് ഇവൾ പറഞ്ഞ കാര്യം ഇതാണ്, ഇവൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, നമുക്കറിയാം ക്രിസ്തീയ കുടുംബങ്ങളിൽ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മായിമ്മ ജപമാലയിലെ കുരിശു വെച്ച് നെറ്റിയിൽ കുരിശു വരച്ച് കയറ്റുന്നൊരു പതിവുണ്ട്. അപ്പോൾ ഇവൾ പറയുകയാണ്, ഈ അമ്മായിമ്മ വീട്ടിലേക്ക് ഇവൾ കയറി വരുമ്പോൾ ജപമാല വെച്ച് അതിൻ്റെ കുരിശു വെച്ച് നെറ്റിയിൽ കുരിശു വരച്ചിട്ട്
ഇവളുടെ കയ്യിലേക്ക് ഈ ജപമാല കൊടുക്കുകയാണ്. എന്നിട്ട് ഈ അമ്മായിയമ്മ ഇവളോട് പറഞ്ഞു, ഞാനിത് നിനക്ക് വേണ്ടി മേടിച്ച ജപമാലയാണ്. അതുമാത്രമല്ല, ഈ ജപമാല ഉപയോഗിച്ച് ഞാൻ നിനക്ക് വേണ്ടി 100 ജപമാല ചൊല്ലിയിട്ടുണ്ട്. നീ ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കടന്നു വരുമ്പോൾ, എൻ്റെ മകളായിട്ട് നീ കടന്നു വരുമ്പോൾ, നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഈ ജപമാല ഉപയോഗിച്ച് നിനക്ക് വേണ്ടി 100 ജപമാലകൾ ചൊല്ലിയ ജപമാലയാണിത്. ആ ജപമാല വെച്ചാണ് നിൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത്. എന്നിട്ട് അമ്മ പറഞ്ഞു, ഈ ജപമാല ഉപയോഗിച്ച് നീ എല്ലാ ദിവസവും നീ കുരിശ് വരയ്ക്കണം, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് നിൻ്റെ കയ്യിൽ നീ എപ്പോഴും സൂക്ഷിക്കണം. ഒരമ്മായിമ്മ മരുമകൾക്ക് കൊടുത്ത ഉപദേശമാണ്, ഈ ജപമാല ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്കണം, ഡെയിലി നീ പ്രാർത്ഥിക്കണം. ഈ ജപമാല നിൻ്റെ സന്തത സഹചാരിയായി മാറണം, നിൻ്റെ കൂടെ എപ്പോഴും നീ ഇത് കാത്തു സൂക്ഷിക്കണം. സ്നേഹമുള്ളവരെ, ഈ പെൺകുട്ടി അമ്മായിമ്മയുടെ ഈ ഉപദേശം സ്വീകരിച്ച് ഈ ജപമാല ചൊല്ലിക്കൊണ്ട് ഇവൾ എന്നും ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. ഇവൾ ഈ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഈ അമ്മായിമ്മ കൊടുത്ത ജപമാല ഇവളുടെ കയ്യിൽ എപ്പോഴും കയ്യിൽ കെട്ടിവെച്ചേക്കാണ്. ജപമാല ചൊല്ലുന്ന സമയത്ത് ഇവൾ കയ്യിൽ നിന്ന് അഴിക്കും, ജപമാല ചൊല്ലും. ഈ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ആ റിയാലിറ്റി ഷോയിൽ വെച്ച് ഇവൾ ജപമാല ചൊല്ലി, ഈ അമ്മായിമ്മ കൊടുത്ത ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അത് ഉപയോഗിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അത് കയ്യിൽ കെട്ടിവെച്ചു. നമുക്കറിയാം, നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം. ഈ സെലിൻ ജോസ് എന്ന് പറയുന്ന ഇവളുടെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ അറിയാം, ഇന്നും കാണും, നെറ്റി കിടപ്പുണ്ടത്. ഇവൾ ആ മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ ഇവളുടെ കയ്യിൽ ജപമാല കെട്ടിവെച്ച ആ കൈ വെച്ച് ആ ജപമാല ഉപയോഗിച്ചെന്നാണ് ഇവൾ പാട്ട് പാടിയത്. അതിലൂടെ ഇവൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണ്. സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയണം, ഇതിൻ്റെ അകത്ത് ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ നമുക്കറിയാം, അനേകം അമ്മായിമ്മമാരുണ്ട്, മരുമക്കളുള്ള അമ്മായിമാർ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ ഇനിയുള്ള ഈ കുടുംബിനികളായിട്ടുള്ളവർ അമ്മായിമ്മമാരാകും. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഒരു ജപമാല മേടിച്ച് നിങ്ങൾ മരുമകളായിട്ട് വരാൻ പോകുന്ന വ്യക്തിക്ക് കൊണ്ട് ഒരു 100 ജപമാല ചൊല്ലിയിട്ട് ഈ ജപമാല ഒന്ന് കൊടുത്തു നോക്കിക്കേ. ആ ജപമാല ഉപയോഗിച്ച് കുരിശ് വരച്ച് മരുമകളെ ഒന്ന് വീട്ടിലേക്ക് കയറ്റിയേ. വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമോ? ഈ അമ്മായിമ്മയെ ഈ മരുമകൾ സ്നേഹിക്കാതിരിക്കുമോ? ഈ അമ്മായിമ്മയെ മരുമകൾ സ്നേഹിക്കും. കാരണം അമ്മായിമ്മ പ്രാർത്ഥിച്ച്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജപമാല ഉപയോഗിച്ച്, അങ്ങനെ അനേകം തവണ പ്രാർത്ഥിച്ച് ജപമാല ഉപയോഗിച്ച് കുരിശ് വരച്ച് കയറ്റിയാൽ ഒരു അമ്മായിമ്മയും വീട്ടിൽ അവഗണിക്കപ്പെടുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കാര്യം പറഞ്ഞ് ഞാൻ ഒരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ് പ്രസംഗിച്ചു. ഏതാണ്ട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു 20 അമ്മമാർ വന്ന് പറഞ്ഞു. 20 അമ്മമാർ വന്നിട്ട് എന്നോട് പറയുകയാണ്, അച്ഛൻ ഒരിക്കൽ ജപമാല മാസത്തിൽ ഇങ്ങനെ പ്രസംഗിച്ച് ഞങ്ങൾ ഓർത്തു. അതുകൊണ്ട് മരുമകളായിട്ട് വരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ 500 ജപമാല ചൊല്ലിയവരുണ്ട്. പലരും പറയാം, 20 പേര് പറയാണ്, ഞങ്ങൾ 100 ചൊല്ലിയവരുണ്ട്. മരുമകളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ സ്വീകരിച്ച ആ മരുമകളും ആ കുടുംബവും എല്ലാം ഇന്നും അനുഗ്രഹത്തിൻ്റെ കുടുംബം. അവിടെ ഡൈവോഴ്സ് ഇല്ല, അവിടെ സ്നേഹമുണ്ട്, കൂട്ടായ്മയുണ്ട്, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. സ്നേഹമുള്ളവരെ, ഇതൊക്കെ ഒരു മാതൃകയല്ലേ? ഇതൊക്കെ ഒരു മാതൃകയല്ലേ? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കുടുംബത്തിൽ കടന്നു വരും, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കുടുംബത്തിൽ കടന്നു വരും. അപ്പം അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ ഹോളി വെപ്പൺ ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോൾ അനേകർ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. അനേകരെ നിങ്ങൾ അറിയിക്കണം. ഈ ശുശ്രൂഷയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമെന്നറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി മാധ്യസ്ഥം തേടി ഈ മാസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും പ്രാർത്ഥിക്കണം. അനേകർ ഈ ശുശ്രൂഷയിൽ കടന്നു വരണം. അതുപോലെ തന്നെ ഈ ഷെക്കീന മിനിസ്ട്രിയിലേക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ നിരാശപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ മദർ തെരേസ പറയുക, നിങ്ങൾ നിരാശപ്പെടുമ്പോൾ നിങ്ങൾ മാതാവിനെ വിളിച്ച് ഇങ്ങനെ പറയണം എന്നാണ് പറഞ്ഞത്. മാതാവേ, ഇപ്പോൾ എൻ്റെ അമ്മയായിരിക്കണമേ, മാതാവേ, ഇപ്പോൾ എൻ്റെ അമ്മയായിരിക്കണമേ. എന്നിട്ട് മദർ തെരേസ പറയുകയാണ്, ഞാനിങ്ങനെ എന്നെ നിരാശപ്പെടുന്ന അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ മാതാവേ, ഇപ്പോൾ നീ എൻ്റെ അമ്മയായിരിക്കണമേ എന്ന് പറയുന്നതിലൂടെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പിന്നീട് പരാജയപ്പെടാൻ ഇടയായിട്ടില്ല എന്ന് പറയുകയാണ്. മറിയം നമ്മുടെ അമ്മയായി മാറും, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ മാസം പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദിവികാരൻ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഈശോയെ സ്തുതിച്ച് ഈശോയിലൂടെ പ്രത്യേകമായി സ്വർഗത്തിൻ്റെ കൃപകൾ നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരെയും ഈശോ അനുഗ്രഹിക്കാൻ നമുക്ക് ഈശോയുടെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച് ഇപ്പോൾ ദീപികാരത്തെ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. എഫേസുസുകാർക്ക് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ തിലിഖിതത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. നാം ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന്, യേശുവിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് കാരണമുണ്ട്, കരങ്ങളടിച്ച് പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, എൻ്റെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. സ്വരമുയർത്തി സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി ഇന്നും ജീവിക്കുന്ന യേശുവിനെ, കൃപകൾ വർഷിക്കുന്ന യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന. സ്വരമുയർത്തി സ്തുതിച്ച് സ്തുതിച്ച് എല്ലാവരും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന. രക്ഷകനായ യേശുവിനെ ആരാധിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ഭാഷാപരമുള്ള ഭാഷാപരത്തെ സ്തുതിച്ച് ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് ജീവിക്കുന്ന യേശുവിനെ ആരാധിക്കുന്നു. വിളിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല, ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ. ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല, ദയതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതാണേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിടും ഞാൻ, ദയതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതാണേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടും. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുന്നു. സ്വരമുയർത്തി ഹൃദയം തുറന്ന് മനസ്സുകൾ തുറന്ന് ഈശോയെ വിളിക്കുന്നു. ഈശോയെ സ്തുതിക്കാം, ആരാധിക്കാം. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് ഈശോയെ ആരാധിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിച്ച് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്വരമുയർത്തി സ്തുതിക്കുന്നു. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന. ജീവിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. രക്ഷകനായ യേശുവേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകലരെയും ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ഈശോയെ സ്നേഹിച്ച് ആരാധിക്കാം. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ
അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നമ്മു മാറിടുമ്പോ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ സ്നേഹത്തിന്, യേശുവിന്റെ സ്നേഹത്തിന് നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാൻ ഇടയാകാൻ വേണ്ടി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവിന്റെ സ്നേഹത്തിന് നീളം, വീതി, ആഴം, ഉയരമെല്ലാം അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഫെസൂസുകാരിലെ 3:19 വചനം പറയുന്നുണ്ടല്ലോ, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ പൂരിതരാകാനും വളർന്നു വരുവാനും ഇടയാകട്ടെ. നമുക്ക് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരാൻ, നമ്മുടെ അറിവിനെ അതിശയിക്കത്തക്ക വിധത്തിൽ യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയിലൂടെ, ജപമാലയാകുന്ന ആയുധങ്ങളിലൂടെ എല്ലാ തിന്മയെ പരാജയപ്പെടുത്തി, സാത്താനെ പരാജയപ്പെടുത്തി നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹം പ്രാപിക്കാൻ, കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, സഭ ശക്തിപ്പെടുവാൻ, സഭയുടെ ശുശ്രൂഷകൾ കൂടുതൽ ആത്മീയമായി വളരുവാൻ എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ആത്മീയമായ ജീവിതത്തെ സമർപ്പിക്കാം. ആന്തരിക മനുഷ്യൻ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി, കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാൻ നമുക്കൊരുക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. എല്ലാ അന്ധകാര ശക്തികൾ കുടുംബങ്ങൾ നിർവീര്യമാകാൻ, എല്ലാ പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകാൻ, തിന്മയുടെ എല്ലാ ബന്ധനങ്ങൾ അഴിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ബന്ധനങ്ങളും അഴിയിക്കുന്ന ഈശോയുടെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഈശോയേ, ഈശോയേ, ഈശോയേ. ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,